എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ്, ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഭയ ജർമ്മനിയിലേക്ക് പോവാണ് കേട്ടോ. അമ്മ ഓൾറെഡി UK പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവളെ കൊണ്ടാക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ശോകമുഖതയിൽ പിന്നെ എടുക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അഭയ നാളെ, ഇന്നിപ്പോൾ സൺഡേ ആണ്, മൺഡേ മോർണിംഗ് വെളുപ്പിന് ആണ് അവൾ പോകുന്നത്. ഏകദേശം ഒരു രാവിലെ ഒരു 3 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അവളെ കൊണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല, നമ്മൾ ഫ്രണ്ട്സ് ആരും പോകുന്നില്ല. അവളെ ഫാമിലീസ് അത്യാവശ്യം എല്ലാവരും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും പോകണ്ടെന്ന് വിചാരിച്ചു. എല്ലാവരുടെ ഇടയിലും പോയിട്ടും വലിയ കാര്യമില്ല, കാരണം ഭയങ്കര ശോകമുഖമായിരിക്കും അപ്പോഴത്തെ സിറ്റുവേഷൻസും. അമ്മൂൻ്റെന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നമായിരുന്നു. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അവളെ വീട്ടിലേക്ക് പോകുന്നത്. അവളിപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ എന്ന് പറഞ്ഞു. അവളെ വീട്ടിലും പിന്നെ അമ്മമ്മയുടെ വീട്ടിലും വേറെ എവിടേക്കോ പോകാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളും കൂടെ പോയി ഇതാക്കുന്നില്ല എന്ന് വിചാരിച്ചു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പം നമ്മൾ നേരെ ചുങ്കത്രയ്ക്കാണ് പോകുന്നത്. അവൾക്ക് വേണ്ടിയിട്ട് കുട്ടി ഫ്രെയിം ചെയ്യണം. നമ്മൾ അമ്മൂനും ഇതുപോലെ ഒരു കുഞ്ഞ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരെ ഫോട്ടോ, ഞാൻ അമ്മു, ദേവി, അബേക്ക് നിൽക്കുന്നൊരു ഫോട്ടോ, അതേ സെയിം ഫോട്ടോ ഇവക്കും ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അത് ചെയ്തിട്ട് വേണം പിന്നെ അബേൻ്റെ അടുത്തേക്ക് വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി, ഫ്രെയിമിൻ്റെ കാര്യം ഒട്ടും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. പറ്റ വിട്ടുപോയ കേസായിരുന്നു. ഇന്നലെ ചെയ്യിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ സാറ്റർഡേ ആണെന്ന്, സൺഡേ ആയതുകൊണ്ട് സ്റ്റുഡിയോ ഉണ്ടാവും എന്നാണ് എൻ്റെ വിചാരം. ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും പോയി നോക്കും. സെഞ്ചുവേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-12 വർഷമായിട്ടോ. 2012 നമ്മൾ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടുള്ളത്. അതായത് ഞാൻ പാലയമാട് 7th പഠിക്കുമ്പോഴാണ് ചെന്നിട്ടുള്ളത്. അന്ന് മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മൾ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് കാറ്റഗറി ഉണ്ടാവില്ലേ, ആദ്യമേ ചെല്ലുന്ന കുറച്ച് പേര്. അന്ന് ഞങ്ങൾ 7 പേരുടെ ഒരു ടീമായിരുന്നു കേട്ടോ. 2 ബെഞ്ച് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അത് ഷോർട്ടായി അഭയ, അമ്മു, ഞാൻ, ദേവി, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പാറൂസ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷമായിട്ട് ഫുൾ എന്നും വിളി പറച്ചിൽ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാട്ടോ. നമ്മൾ എല്ലാ കാര്യത്തിനും ഉണ്ടാകും. നമ്മൾക്ക് എന്തിനു പണിയില്ല, ഇപ്പോൾ ഒരു ഷോപ്പിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് വരെ നമ്മളെല്ലാവരും കൂടെ കെട്ടിക്കേറി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 4 കൂടിയാണ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അബയും ഞാനും ദേവിയും ഒരേ സെയിം ക്ലാസ്സിലായിരുന്നു കേട്ടോ, ഡിഗ്രി BCom പഠിച്ചപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് ഇതേപോലെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 4 കൂടിയാണ് പെരിന്തൽമണ്ണയിൽ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ 4 കൂടിയാണ് പെരിന്തൽമണ്ണയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് 4 പേർക്കും ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോലിക്ക് ആദ്യമായിട്ട് പോയി. പിന്നെ അത് കുറച്ച് നാൾ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ അങ്ങനെ എപ്പോഴും കോണ്ടാക്റ്റുള്ള ഒരു ഫ്രണ്ട്സാണ്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ വിട്ട് നിൽക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും മീറ്റ് ചെയ്യും അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളെപ്പോഴും കോണ്ടാക്ട് ചെയ്യും, അന്നും ഫോണ് വിളിക്കുമല്ലോ. എല്ലാം 1-2 ഇടവിട്ടില്ല. നമ്മൾ എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറച്ച് നേരെ സംസാരിക്കാറുണ്ട്. എനിക്കിപ്പോൾ അതാണൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പോകുമ്പോൾ നമ്മളെ ടൈമും അവിടുത്തെ ടൈമൊന്നും ഒരിക്കലും സെറ്റാവില്ല. അമ്മ പോയിട്ടാണ് എനിക്കത് മനസ്സിലായി. കാരണം അവൾ എണീക്കുന്ന സമയമാകുമ്പോഴത്തേനും നമ്മളിവിടെ ഒരു 3 മണിയൊക്കെ ആവും. 4-5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് UKയും നമ്മളിവിടുത്തെ ടൈമും. അതേപോലെ ജർമ്മനിയും ഏകദേശം അതേ ടൈമിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ വിളിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു സങ്കടം. പിന്നെ ഇതൊരു സങ്കടത്തിൻ്റെ വീഡിയോ വ്ളോഗ് ആക്കുന്നില്ല ഞാൻ. എന്തായാലും ഞാൻ ഫ്രെയിം ചെയ്യാൻ പോട്ടെ കേട്ടോ. കഥ മൊത്തം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ എഡിറ്റിംഗ് സമയത്താണ് എനിക്ക് നഗ്ന സത്യം മനസ്സിലായത്. വണ്ടിയുടെ സൗണ്ട് കൊണ്ട് ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറയാറുണ്ട് എങ്ങനെയും സൺഡേ ആയതുകൊണ്ട് ഷോപ്പ് ഉണ്ടാവണേ, നമ്മുടെ സ്റ്റുഡിയോ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ സഞ്ജുവേട്ടൻ പറയുകയാണ് സൺഡേ ആയതുകൊണ്ട് ഓപ്പൺ ആവാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളത്. ഇപ്പം നമ്മൾ 2-3 സ്റ്റുഡിയോയിൽ പോയി, ഒന്നും തുറന്നിട്ടില്ല. എല്ലാ സ്റ്റുഡിയോയും കൂട്ടി ഇല്ല ഗായ്സ്. ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല. എവിടെ ഇടയ്ക്ക് തുറക്കാവല്ലേ? ഗൂഗിളിൽ നോക്കിയാലോ തുറക്കൂന്ന്. ഇടയ്ക്കര സ്റ്റുഡിയോ ഓപ്പൺ ആണോ നോക്കട്ടെ കേട്ടോ. വല്ലാത്ത കഷ്ടമായിരുന്നു. സ്റ്റുഡിയോ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ഇടയ്ക്കരയിൽ ഏതോ സ്റ്റുഡിയോ ഓപ്പൺ ആണ്. ഞാൻ ഗൂഗിളിലൊക്കെ ഇപ്പോൾ കണ്ടു. അവിടെ നിന്ന് പോയി നോക്കാം.
കോണ്ടാക്ട് ഒന്ന് വിളിച്ചു നോക്ക് നീ. അതിലുണ്ടാവും, അതിലുണ്ട് കോണ്ടാക്ട് നമ്പർ. ഞാൻ വിളിക്കും, നോക്കട്ടെ ഗൈസ് എന്താവുന്ന പറയാം. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അടുക്കളയിൽ ഒരു സ്റ്റുഡിയോ ഓപ്പൺ ആണെന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓപ്പൺ ആണ്, ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിനെ ഭയങ്കര സന്തോഷമായി. പ്രത്യേകം അവരോട് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രെയിം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ മാക്സിമം വെയിറ്റ് കുറവുള്ള ഫ്രെയിം എടുക്കാനാണ് നോക്കുന്നത്. ചെറിയൊരു മിനി ഫ്രെയിം മതി, കാരണം അവൾക്ക് ഓൾറെഡി ലഗേജ് കൂടുതലാണ്. അവൾ പകുതി ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഫ്രെയിമായിരുന്നു കേട്ടോ വേണ്ടത്. നമ്മൾ വന്ന് ഇടക്കര സ്റ്റാൻഡിലെത്തിയിട്ട് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് സ്റ്റുഡിയോ ഉള്ളത്. പോയി നോക്കട്ടെ. നമുക്ക് ഏറ്റവും കുഞ്ഞ് ഫ്രെയിമാണ് വേണ്ടത്. അവർക്ക് ലഗേജിന് വെയിറ്റ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എന്തൊക്കെയാണ് മോഡലില്ല എന്നൊക്കെ നോക്കട്ടെ. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് തോന്നുന്നു. പോയി നോക്കട്ടെ. അവിടെ ചെന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. എൻ്റെ കോളേജിലെ സീനിയർ ചേട്ടൻ്റെ സ്റ്റുഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഫ്രെയിം എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ഈ 2 ഫ്രെയിമാണ് തന്നിട്ടുണ്ടായിരുന്നത്, വെയിറ്റ് കുറവുള്ള. അതിലേറ്റവും വെയിറ്റ് കുറവുള്ള ഈ ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇതന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ ഞാനത് പറയാം. എന്നോട് വേണ്ട കളി. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകട്ടെ. ടോപ്സിൻ്റെ മുന്നിലെത്തി. പോയി നോക്കട്ടെ എന്താ കഴിക്കണ്ടേ. നമ്മൾ ടോപ്സിലെത്തിയിട്ടപ്പോൾ ബ്രോസ്റ്റ് അല്ലേ നമ്മൾ ഹാഫ് ബ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വിശക്കുന്നുണ്ട്, തങ്ങളുടെ കുറേ നിറയെ വിശക്കുന്നു പറയുന്നത്. പിന്നെ ബ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എത്തിച്ചില്ല, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അഭയനെ അങ്ങോട്ട് പോകാൻ വേണ്ടി. ഫൈനലി നമ്മളുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. സഞ്ജോട്ട എനിക്കും കൂടെ ഇടും. സഞ്ജോട്ട അത് കഴിക്കാം ഗായ്സ്. സംഭവം കണ്ടു 2 ദിശയിലായി. ആ ബാക്ക് കുബൂസ് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ അവള് കുബൂസ് വാങ്ങിയിട്ട് മയോണൈസ് മുക്കി കഴിക്കുന്നു. ടൊമാറ്റോ കെച്ചപ്പും കൂടെ കൂട്ടും. ചൂടാണ്. ഞങ്ങളന്ന് ഷവർമ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേനും പുറത്ത് അത്യാവശ്യം നല്ല മഴയായിപ്പോയി. പാടുകായി കുറച്ച് സ്കൂട്ടിൻ്റെ ഉള്ളിലുണ്ടാവുമെന്നാണ് ഒരു വിശ്വാസം. ഞാൻ ചേച്ചി ജോലിക്ക് പോകുമ്പോൾ ഇടുന്നത്. നോക്കട്ടെ എന്തായാലും. കോട്ടുണ്ടോ ചേട്ടാ? കോട്ടുണ്ട്. ആ പച്ച രണ്ടാ പച്ച. ഫൈനലി ഞാൻ വീട് എത്തിയിരിക്കുകയുണ്ട്. ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ, ഇടി വെട്ടി മഴയായിരുന്നു. ഇപ്പം നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാതെ അത്ര മഴയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്ന് കയറി. സഞ്ജുവേട്ടൻ ഇപ്പോൾ പോയിട്ടോ. ഇത്രയും നേരം അവളെ കാണണമെന്ന് വിചാരിച്ച് രാവിലെ വന്നതായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അവളെ ഇപ്പോൾ വിളിച്ചപ്പോൾ നിലമ്പൂർ ഒരു നോസ്പിൻ എടുക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു. എന്നാലും സഞ്ജുവേട്ടൻ പോയി. അവിടെയാണെങ്കിൽ സഞ്ജുവേട്ടൻ്റെ അവിടെയൊക്കെ ഭയങ്കര മഴയുള്ള പ്രദേശമാണ്. നമ്മൾ ഇവിടത്തേക്കാൾ കൂടുതൽ മഴയുള്ളതാണ് കളിജാവൊക്കെ. അപ്പോൾ അവിടെ നിന്ന് മഴയുണ്ടെന്നൊക്കെ വിളിച്ച്, ഭയങ്കര മഴയാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. ഇനി ഇരുട്ടായാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ കൊണ്ടുവന്നതിന് ഷിബിൻ ചേട്ടായിയോ അമലേണ്ണോ ആരെങ്കിലും ഒരാൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ അവരെ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ എത്തിയിട്ട് കാണട്ടോ. ഫ്രെയിം ഏതാ ചെയ്ത് എന്താന്നൊക്കെ ഉള്ളത് ഞാൻ കറക്റ്റായിട്ടൊക്കെ കൊടുക്കും, കാണിക്കാതെ. ബേക്കറിയൊക്കെ വാങ്ങിയിട്ടാണ്. ഒരുപാട് ബേക്കറി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് കാണാനുണ്ട്, കാണുന്നവർക്ക് മനസ്സിലാവും നീ വാങ്ങിയത് തന്നെയാണ്. പക്ഷെ ഇതാണ് ഞങ്ങൾ മുടിയൊന്ന് കാണിച്ചാൽ ശരിക്കും ഇതാണ് ഞാൻ വെട്ടിക്കൊടുത്ത കലാവിരുത്. പക്ഷെ എന്നാലും ഞാൻ വെട്ടിയത് പറഞ്ഞതേ രസമുണ്ട് കേട്ടോ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഉള്ളിപ്പോട്ടെ കേട്ടോ. ഇതാണ് ഗൈസ് അവളുടെ കോട്ട്. ഇതിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചു അല്ലേ? ഇത് നല്ലതാട്ടോ. ഇതാണ് അവളുടെ കോട്ട്. ഇനിയിപ്പോ ജർമ്മൻകാരി ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കും ഫുള്ള്. ദേവി ഒന്നിട്ടല്ല, ദേവി മാറിട്ടോ കഷ്ടപ്പെട്ടാണ് ഒരു കോട്ടൊക്കെ ഇടുന്നത്. ആർക്കില്ല. ഇതാണ് ജർമ്മൻ ദേവി. ജർമ്മൻ ദേവി ആ കാണാണ്ട് ആ ചക്കപ്പൊട്ടൊന്ന് മാറ്റിയ നന്നായിരുന്നേന്. ഇതിനൊന്നായിട്ട് പൊട്ടിടല്ലേ?
ചെറുതൊട്ട് ജർമ്മനിക്ക് പോവല്ലേ? ആ ഓക്കെ. അങ്ങനെ തോന്നി. അത് ജർമ്മൻ എന്ന് പറയുമ്പോ തന്നെ നാട് മുതലേ തണുപ്പ്. ഇത് കണ്ടാല് പെടല് വിളിക്കിട അവള് ഇട്ട പോലെ ഇങ്ങനെ ഉറങ്ങാൻ നമുക്ക് സുഖമായിട്ട്, പെടലിയൊന്നും വേദനിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. വേദനയുണ്ട് അതിലേക്ക് ആക്കാൻ വേണ്ടി. ഇതെന്നാ ഗൈസ്, ഞാനപ്പോ അവക്കൊരു ഞാൻ ഒന്നും പറഞ്ഞില്ലേ, ഞാൻ ഫ്രെയിം ചെയ്യാൻ പോയത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് ചെയ്ത ഫ്രെയിം. രസമുണ്ടോ? ഞാൻ മറ്റേതൊന്നും ഇല്ല, വെയിറ്റ് ഓവറാണ്. എനിക്ക് അമ്മൂന്റെ ചെയ്തത് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മള് ചെയ്ത ഫ്രെയിം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. കൊള്ളാം. ഞങ്ങൾ 4 പേര് അന്ന് ഞങ്ങൾ ബിഗ് ബോസ് കഥ പറഞ്ഞ ഫോട്ടോഷൂട്ടാണിത്. അപ്പൊ അതാണ്. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ചു നേരം ഇത് സംസാരിക്കട്ടെ കേട്ടോ ഗായ്സ്. അങ്ങനെ അമ്മൂനെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അന്നത്തെ വ്ളോഗിന് ശേഷം അമ്മൂനെ ഇന്നാണ് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി നീ എന്താ എന്നെ വിളിക്കാതെ? എനിക്ക് നിന്നെ കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട്. ഓടി. സഞ്ജുടെ പോയി. സഞ്ജുടെ രാവിലെ വന്നു. രാവിലെ 10 മണിക്ക് വന്നിട്ട് ഈ നേരം 6 മണി 6:30 വരെ അമ്മേനെ കാണാൻ പറ്റിയില്ല. അവസാനം സഞ്ജുടൻ പോയി. അവിടെ പെരും മഴ. അമ്മ വിളിക്കണ്ടേ, ഭയങ്കര മഴ. അത്രയും ദൂരമുണ്ട്. അവളെ ലഗേജ് ഒന്നും ഇവിടെ ഇല്ല. ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ് ഞങ്ങൾ എന്തായാലും കുറച്ച് സംസാരിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങൾ ഫുൾ കഥ പറിച്ചിലായിരുന്നു കേട്ടോ. അപ്പൊ അവള് ഇട്ടു പോണ ഡ്രസ്സ് ഞങ്ങളെ കാണിക്കുവാണ്. അപ്പൊ രാവിലെ അവള് വെളുപ്പിന് ഒരു 3:30 ആകുമ്പോൾ ഇറങ്ങൂല്ലോ ഇവിടുന്ന്. 3:30 മുന്നേ അവൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റത്തില്ല. അവള് ഇതൊരു ബാഗി പാൻസ് ആണ്, നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് ഫ്ലിപ്പിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബാഗി പാൻസും, പിന്നെ നമ്മളൊരു പർപ്പിൾ ലാവൻഡർ കളറുള്ള ഒരു ടാങ്ക് ടോപ്പും, അതിൻ്റെ മേലെ ഈ ഒരു ജാക്കറ്റ് ഉണ്ടോ, ഹൂഡി പോലത്തെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റും ഇടുന്നത്. അല്ല, ഇതിന് നല്ല ഇറക്കുണ്ട്. ആക്ച്വലി ഞാൻ ഇത്ര വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ മൈൻഡ് കംപ്ലീറ്റ്ലി കട്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം അടുത്തപ്പോഴേക്കും ഭയങ്കര വിഷമോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തില്ല വീഡിയോ എടുക്കുന്നുണ്ട്, വ്ലോഗ് എടുക്കണം, അങ്ങനത്തെ ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അന്ന് രാത്രി എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ വെളുപ്പിനെ 3 മണിക്കൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാതെ സേഫായി അവൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.